ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സച്ചി ഇപ്പോൾ സന്ദീപിനോട് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ ആതിരയോടും കുഞ്ഞിനോടും ചെയ്യുന്ന ദ്രോഹത്തിന് അനുഭവിക്കും എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ അവിടെ നിന്നും പോകുമ്പോൾ സന്ദീപ് ദേഷ്യത്തോടെ സച്ചി ഒന്ന് നോക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ആശ്രമമാണ്. ഇത് ഞങ്ങളുടെ അവസാനത്തെ പിടിവള്ളിയാണ്. സ്വാമിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ സമൃദ്ധയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പാണ് എന്ന് ഗൂഗിൾ പറയുമ്പോൾ ഗുരുജി പറയുന്നുണ്ട്, തിരിച്ചു കിട്ടേണ്ടതെല്ലാം തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും, അതിന് ഒരു സംശയം വേണ്ട എന്ന് ഗുരുജി പറയുന്നു. ഇപ്പോൾ ഗുരുജി ഗൗരിയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന്. ഒരുപാട് ഇഷ്ടമായി എന്ന് ഗൗരിയും പറയുന്നു. ഇവിടെ വന്നപ്പോൾ അമ്മയുടെ അസുഖമെല്ലാം മാറി എന്ന് ഗുരുജി പറയുന്നു. അപ്പോൾ ഒരു പുഞ്ചിരിയോടെ അർച്ചനയെ നോക്കുന്നുണ്ട് ഗൗരി. മോള് ഹാപ്പിയല്ലേ? അടുത്ത ഘട്ടം ചികിത്സ തുടങ്ങാൻ സമയമായി എന്ന് ഗുരുജി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അർച്ചന ചികിത്സയ്ക്ക് വേണ്ടി പോകാൻ തുടങ്ങുകയാണ്. ഗൗരിയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ അർച്ചന അകത്തേക്ക് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഗൂഗിളും ഗൗരിയും ശോഭനയും പോകുന്നു. ഈ സമയം ഗുരുജി ഇപ്പോൾ അവിടുത്തെ ആ സ്റ്റാഫിനോട്, അർച്ചനയെ നോക്കുന്ന സ്ത്രീയോട് പറയുന്നുണ്ട്, കാണുന്നത് പോലെ എളുപ്പമല്ല, ചില തടസ്സങ്ങൾ വരാൻ തുടങ്ങുന്നുണ്ട് എന്ന് ഗുരുജി പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ശത്രുക്കൾ ആരെങ്കിലും മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്നു എന്നാണോ പറയുന്നത്? ഉടനെ ഗുരുജി പറയുന്നു, ശത്രുക്കൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു, ആശ്രമത്തിൽ വരുന്ന ആൾക്കാരുടെ കൂടെ അവരും ഉണ്ടാകും, സൂക്ഷിക്കണം എന്നൊക്കെയാണ് ഗുരുജി ഇപ്പോൾ അവരോട് പറഞ്ഞേൽപ്പിക്കുന്നത്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ആശ്രമത്തിലേക്ക് ഒരാൾ വരികയാണ്. ഒരു മുസ്ലിമാണ് ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്നത്. അത് അവന്തിക ഏർപ്പാട് ചെയ്ത ആ ആളായിരുന്നു. അയാൾ വന്ന് മൂർത്തി ഇപ്പോൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഭായിജി എന്നാണ് ഇപ്പോൾ മൂർത്തി അയാളെ വിളിക്കുന്നത്. കാര്യങ്ങളൊക്കെ മൂർത്തി പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് അയാളോട്. സമൃദ്ധിയുടെ ട്രീറ്റ്മെൻറ്റ് മുടക്കണം, അതിന് നിങ്ങൾക്ക് എന്ത് മാർഗം വേണമെങ്കിലും ഉപയോഗിക്കാം, ഒന്നുകിൽ പൂജാ ചികിത്സ മുടക്കണം, അല്ലെങ്കിൽ സച്ചിയെ കൊല്ലണം എന്നൊക്കെ അവന്തിക പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, കൊല്ലുന്നത് എനിക്ക് വലിയ കാര്യമൊന്നുമല്ല എന്ന് അയാൾ പറയുമ്പോൾ, ഈ വേഷത്തിൽ ഇവിടെ നിൽക്കാൻ സാധിക്കില്ല, വേഷം മാറണമെന്നും അവന്തിക പറയുന്നുണ്ട്. അതിനുള്ള സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്ന് അയാളും പറയുന്നു. എന്നിട്ട് ബാഗിൽ നിന്നും ഒരു തോക്കും കത്തിയുമൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. ഞാൻ കരുതി തന്നെയാണ് വന്നത്, ഏതാണ് വേണ്ടതെന്ന് മാഡം തീരുമാനിച്ചാൽ മതി എന്നൊക്കെ അയാൾ പറയുമ്പോൾ, ഇരയുടെ ജീവൻ എടുക്കണം, അത് എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എന്ന് അവന്തികയും പറയുന്നു. എന്ന് അവന്തിക പറയുമ്പോൾ, എങ്ങനെയായാലും എനിക്ക് ഒരുപോലെയാണെന്ന് അയാൾ പറയുന്നുണ്ട്. എൻ്റെ രീതികൾ വ്യത്യസ്തമാണ്, ഞാൻ എടുത്തിരിക്കുന്ന ജോലി തീർത്ത് തന്നിരിക്കും എന്ന് അയാൾ പറയുമ്പോൾ, അതിനാണ് ലക്ഷങ്ങൾ തന്ന് നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അവന്തിക പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങളുടെ ജോലി തുടങ്ങിക്കോളൂ എന്ന് അവന്തിക പറയുമ്പോൾ, അവിടെ അയാളുടെ കയ്യിൽ നിന്ന് ആ ബാഗും പുറത്തെടുത്ത തോക്കും കത്തിയും എല്ലാം എടുത്തുകൊണ്ട് ബാഗിലേക്ക് തിരികെ വെച്ചിട്ട് അയാൾ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സച്ചി ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കമലയോടും ആതിരയോടുമൊക്കെ സന്ദീപിനെ കണ്ട വിവരം പറയുകയാണ്. കൂടെ ഇപ്പോൾ ആരതി വക്കീലുമുണ്ട്. അവൻ്റെ കാര്യത്തിൽ ഇനി എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന് സച്ചി പറയുമ്പോൾ, അവന് ഇങ്ങനെയായി പോയല്ലോ എന്ന് കമലയും പറയുന്നു. ആദ്യം ഞാൻ കരുതിയത് അവന് ബോധമില്ലാതെയാണ് ഇതെല്ലാം സംസാരിക്കുന്നതെന്നാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ മനസ്സിലായി, എല്ലാം അവൻ സ്വബോധത്തോടെ തന്നെയാണ് പറയുന്നത്. അന്ന് ആ ഡിവോഴ്സ് നോട്ടീസ് ഒപ്പിട്ട് തിരിച്ചയച്ചത് പോലും തീരുമാനിച്ചുറപ്പിച്ചതാണ്. ഞാൻ അവൻ്റെ കാല് പിടിച്ചു. ഒരു ഘട്ടത്തിൽ അവൻ എൻ്റെ കൂടെ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അവൻ വെച്ച കണ്ടീഷൻ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നു. അവന്തികയ്ക്കെതിരെ നമ്മൾ കൊടുത്ത കേസെല്ലാം പിൻവലിക്കണമെന്ന്. അങ്ങനെ ചെയ്താൽ മാത്രമേ അവൻ തിരിച്ചു വരൂ എന്നാണ് അവൻ എന്നോട് പറഞ്ഞത് എന്ന് സച്ചി പറയുന്നുണ്ട്. ഇനി നിങ്ങൾ തന്നെ പറ, അവൻ പറഞ്ഞ ആ കണ്ടീഷൻ ഞാൻ സമ്മതിക്കണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് സച്ചി. ഇത് കേട്ട ആതിര പറയുന്നുണ്ട്, വേണ്ട ഏട്ടാ, എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഞാൻ ഡിവോഴ്സ് ലെറ്റർ അയച്ചത് കറക്റ്റ് സമയത്താണെന്ന്. ഞാൻ എന്തായാലും സച്ചിയിടാൻ പറഞ്ഞതുപോലെ ബുദ്ധിയോടും വിവേകത്തോടെയും ഒരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഈ ഡിവോഴ്സുമായി ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആർക്കു മുന്നിലും ഇനി ഞാൻ തോറ്റു കൊടുക്കില്ല. അയാൾ പറഞ്ഞതുപോലെ അവന്തികയ്ക്കെല്ലാം ഇട്ടുകൊടുത്തിട്ട് എനിക്ക് അയാളെ വേണ്ട എന്നൊക്കെ ആതിര ഇപ്പോൾ പറയുന്നുണ്ട്. ഇത് കേട്ട് ആരതി വക്കീൽ പറയുന്നുണ്ട്, ഇതാണ് ഹീറോയിസം, ഈ സ്പിരിറ്റ് വേണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോടതിയിൽ കൊടുത്ത 2 കേസും നമുക്ക് അനുകൂലമായി തന്നെ നിൽക്കും. ആ പേടിയാണ് അവന്തികയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ ആരതി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തായാലും ചികിത്സ കഴിയുന്നതോടെ തന്നെ ഉടനെ തന്നെ ഗൂഗിൾ സാർ ആ റിപ്പോർട്ടെല്ലാം കോടതിയിൽ സമർപ്പിക്കും. അപ്പോൾ തന്നെ നമ്മുടെ കേസ് മൂവ് ആവുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സച്ചി. ആതിരെ, സ്ത്രീകളെന്നും തോൽക്കുന്നത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. നമ്മൾ ജയിക്കുമ്പോൾ കൈയടിക്കാൻ കുറച്ച് പേരെ കാണൂ. ഈ ധൈര്യം കൈവിടാതെ ഇരുന്നാൽ സന്ദീപിനെ നിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ വരാതെ വേറെ വഴിയില്ലവന്. നീ പറയുന്ന എല്ലാ ഡിമാൻഡും അന്ന് സന്ദീപിനെ അംഗീകരിക്കേണ്ടി വരും. കോടതിയും ഞാനും എല്ലാവരും നിന്റെ കൂടെയുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കെ എന്ന് ആരതി ഇപ്പോൾ ആതിരയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ
പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ആരതി. അങ്ങനെ ഇപ്പോൾ പുറത്തേക്ക് വന്ന് കാറിൽ കയറാൻ തുടങ്ങുന്നുണ്ട് ആരതി. അപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട്, നാളെ ചിത്രാ പൗർണമി പൂജ തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് നാളെ നമുക്ക് ആശ്രമത്തിലേക്ക് പോകണം. നാളെ എന്തായാലും ഗോകുൽ സാറിൻ്റെ ഭാര്യയെ കാണണം. പിന്നെ നമുക്ക് കാണണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആരതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വേണം, ഉറപ്പായും കാണണം. എൻ്റെ അർച്ചനയെ തിരിച്ചു കിട്ടാൻ എനിക്ക് പ്രാർത്ഥിക്കുകയും വേണം എന്നൊക്കെ സച്ചി പറയുന്നു. വേറെയും ചില കാര്യങ്ങൾ എനിക്കും പ്രാർത്ഥിക്കാനുണ്ട്. സോറി, നടക്കുമോ എന്നറിയാത്ത വേറെയും കുറച്ച് കാര്യങ്ങൾ എനിക്കും പ്രാർത്ഥിക്കാനുണ്ട് എന്നിങ്ങനെ ആരതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അർച്ചനയും ഗൗരിയും കൂടി സംസാരിച്ചിരിക്കുകയാണ്. ഗൗരിമോൾ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ചികിത്സാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കുന്നുണ്ട്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, മോളെ ഇതൊന്നും എടുക്കരുതേ, അവർ വഴക്ക് പറയും എന്ന് അർച്ചന പറയുമ്പോൾ, എന്നെ അവരൊന്നും പറയില്ല, അവർക്കെല്ലാം എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നിങ്ങനെ ഗൗരി പറയുന്നുണ്ട്. ഈ മരുന്ന് കഴിച്ചാൽ അമ്മയുടെ അസുഖം മാറുമോ, നമ്മളിന്ന് ഇനി തിരിച്ചു പോകുന്നതെന്നൊക്കെ കുറേ അധികം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഗൗരി അർച്ചനയോട്. ചിത്രാ പൗർണമി കഴിയുമ്പോൾ ചികിത്സ കഴിയും, അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ പോകും, വീട്ടിലേക്ക് തിരികെ പോകും എന്ന് പറയുന്നുണ്ട് അർച്ചന. ഈ സമയം ഗോകുൽ അവിടേക്ക് വരുന്നു. മോൾക്കിവിടെ മടുത്തോ, വേണമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടാക്കാം എന്ന് ഗോകുൽ പറയുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, സോറി. ഗൗരി ഇങ്ങനെ അർച്ചനയെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ അർച്ചനയുടെ മടിയിൽ കയറി ഇരിക്കുന്നുണ്ട്. ഈ സമയം ഇങ്ങനെ അവന്തികയും ശോഭനയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ഗോകുൽ. ചികിത്സ കഴിയുമ്പോൾ സമൃദ്ധ മകളെ മറക്കുമോ എന്നൊക്കെയാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. ഈ സമയം ഇപ്പോൾ ഗൗരി പറയുന്നുണ്ട്, അച്ഛൻ്റെ ഫോണിങ് തന്നേ എന്ന്. ഉടനെ ഗോകുൽ ചോദിക്കുന്നുണ്ട്, എന്തിനാ അതൊക്കെ പറയാം അച്ഛൻ ഈ ലോക്കൊന്ന് അഴിച്ചു തന്നേ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഗോകുൽ ലോക്കൊക്കെ അഴിച്ചു ഗൗരിമോളുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട്. അച്ഛൻ അമ്മയുടെ അടുത്തുനിന്ന് ചേർന്ന് നിന്നേ അർച്ചൻ്റെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടരികിൽ ഇങ്ങനെ കസേരയിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറയുന്നുണ്ട് ഗോകുലിനോട്. അങ്ങനെ ഗോകുൽ ഇപ്പോൾ അവിടെ ചേർന്ന് നിൽക്കുന്നു. വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഗോകുൽ. പക്ഷേ ഗൗരിമോൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഗൗരിയുടെ നിർബന്ധപ്രകാരം അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഗൗരി. ഇപ്പോൾ അവർ രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കുന്നു. അവരോട് ചിരിക്കാനൊക്കെ പറയുന്നുണ്ട് ഗൗരി. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ അവർ പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ ഗൗരി പറയുന്നുണ്ട്, എവിടെ പോവും, അവിടെ ഇരിക്കുക, ഒന്നും അനങ്ങാതിരിക്കുക, ഒന്നുകൂടെ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഗൗരിയും കൂടെ നിൽക്കുന്ന, അവർ 3 പേരും കൂടെ നിൽക്കുന്ന ഒരു സെൽഫി എടുത്തിരിക്കുകയാണ്. നോക്കട്ടെ, കൊള്ളാമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അർച്ചന ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. അയ്യേ, ഈ ഡ്രസ്സിൽ എൻ്റെ കോലം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അർച്ചന ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട് ഗൂഗിൾ പറയുന്നുണ്ട്, ഇതിരിക്കട്ടെ ഈ കാലത്തിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി, പിന്നീട് ഓർക്കുമ്പോൾ ചിലപ്പോൾ ഇത് മാത്രമേ നമ്മൾക്കുണ്ടാവൂ. അങ്ങനെ ഗൗരിമോൾക്ക് ഒരു താങ്ക്സും ഒക്കെ പറയുന്നുണ്ട് ഗൂഗിൾ. ആഹാ, അമ്മയും അച്ഛനും മോളും ഒക്കെ നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോൾ അർച്ചനയുടെ കൂടെ നിൽക്കുന്ന ആ ഒരു സ്റ്റാഫ്, ആ സ്ത്രീ ഇപ്പോൾ വരുന്നുണ്ട്. അവരോട് അതൊക്കെ വന്നിങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഗോകുലും ഇപ്പോൾ ഗൗരിമോളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റാൻ നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ അവന്തിക ഏർപ്പാട് ചെയ്ത ആ ഒരാൾ ആശ്രമത്തിലെ അന്തേവാസികളുടെ ആ ഒരു വേഷത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. കേശവൻ പോറ്റി എന്ന് പേരും മാറ്റി പറയുന്നുണ്ട്. ശേഷം വീണ്ടും ഗോകുലിനെ കാണിക്കുന്നുണ്ട്. ഗോകുൽ അപ്പോൾ എങ്ങനെയെങ്കിലും ഗൗരി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. നമുക്ക് വൈകുന്നേരം ഇനി അമ്മയെ കാണാം, ഇപ്പോൾ മോൾക്ക് അച്ഛനൊരു ഐസ്ക്രീം വാങ്ങി തരാം എന്നൊക്കെ പറഞ്ഞ് ഗൗരിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവർ വരുന്നത് കണ്ടുകൊണ്ട് ഗോകുലും ഗൗരി മോളും കൂടെ വരുന്നത് കണ്ടുകൊണ്ട് ആ മൂർത്തി ഇപ്പോൾ അയാളോട് പറയുന്നുണ്ട്, ആ വരുന്ന ആരാന്ന് മനസ്സിലായോ, അവരാണ് ആ ഇരയുടെ ഭർത്താവും മകളും എന്നിങ്ങനെ പറയുന്നുണ്ട് മൂർത്തി. ഇനി തൻ്റെ ജോലി തുടങ്ങാമല്ലോ എന്ന് അയാളോട് മൂർത്തി ചോദിക്കുമ്പോൾ, എൻ്റെ കർമ്മം ആരംഭിക്കുന്നതിന് മുൻപ് എനിക്കൊരാളെ കാണണം, ഈ ആശ്രമത്തിൻ്റെ എല്ലാമായ ശിവയോഗിയെ എന്നിങ്ങനെ അയാൾ ഇപ്പോൾ മൂർത്തിയോട്